എനിക്ക് കേൾക്കാം. ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. എന്റെ ചോദ്യം കേട്ടെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേട്ടു. ഒന്ന് നമ്മുടെ ഈ ചർച്ച ഒരു രാഷ്ട്രീയമായ തലത്തിലേക്ക് മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. ഇതിനകത്ത് ഈ മരണപ്പെട്ട അല്ലെ കാണാതായ കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജോണിന്റെ മകൾ ജിജി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ആമുഖമായിട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കുട്ടിയെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം അച്ഛൻ നഷ്ടപ്പെട്ട് 8 ദിവസമായി വന്നിരുന്നിട്ട് ആ കുട്ടി ഒരു നാടിന്റെ മൊത്തം വികാരമാണ് പറയുന്നത്. തീരദേശ ജനങ്ങളുടെ ഒരു സ്ഥിതിയെ കുറിച്ചിട്ട് പറയുകയാണ്. ഈ നാളെ ഒരാൾക്കത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് പറയുന്നത്. ഇവിടെ ശ്രീമതി രേഷ്മ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ വേദനാജനകമായ ഒരു കുടുംബം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ മകൻ നഷ്ടപ്പെട്ടു. നമുക്കത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലായിട്ട് മാറ്റുന്നത്. ഞാൻ പറയുന്നതിന്റെ കാര്യം, ഇന്ന് ആ രേഷ്മയ്ക്ക് അവിടെ ഒരു പ്രതികരിക്കേണ്ടതായിട്ട് വന്നു, സമരത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഷിജിന്റെ ഭാര്യയും കുട്ടിയും മഴയത്ത് ആ കൊച്ചുകുട്ടികളായിട്ട് മഴ നനഞ്ഞ് റോഡിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. അവിടെ രേഷ്മ തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ നേരത്തെയുള്ള വാർത്തകൾ ഒരു ഉദ്യോഗസ്ഥ ചോദിച്ചത്, നിങ്ങൾ ഡിമാൻഡ് ചെയ്ത് ഇപ്പോഴെന്നാണ്. എന്താണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത്? അത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നിങ്ങൾ എപ്പോഴാണ് സ്മൃതിയും സാന്ദർഭികവശാൽ ചോദിച്ചു പോയതായിരിക്കാം. സ്മൃതി ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന്. മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മുവെന്ന് ശ്രദ്ധയിൽപ്പെടുത്തണോ സ്മൃതി ഇത് തിരയാൻ? നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു എത്രമാത്രം നമ്മൾ താണുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നൊരു കാര്യം. ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ആ അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ള സംവിധാനം വെച്ചിട്ട് പരമാവധി വേഗതയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നിവിടെ ജോണിന്റെ മകൾ ജിജി കുറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഒന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്, റെസ്ക്യൂ ഓപ്പറേഷൻ റെസ്ക്യൂ എന്ന വാക്കിന്റെ ഒരു അർത്ഥം മാറ്റി വെച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരയാവുന്ന മട്ടിലേക്ക് നമ്മുടെ സിസ്റ്റം പരിമിതപ്പെടുന്നു. ഇവിടുത്തെ ഈ ചർച്ചയിലും പറഞ്ഞല്ലോ, തിരയാൻ പോയിട്ട് അതിന്റെ ഒരു പ്രായോഗികമായ വഴികൾ തേടുക എന്നുള്ളത് വിട്ടുകളഞ്ഞിരിക്കുന്നു. 18 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് പോയ ആളെ 4 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് മാത്രമായി തിരഞ്ഞിട്ട് അല്ലെങ്കിൽ തീരക്കടലിൽ മാത്രം തിരഞ്ഞിട്ട് തിരിച്ചു വരുന്നല്ലേ? പോയ ആളുകൾക്ക് വൊമിറ്റിംഗ് ഉണ്ടായപ്പോൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ഡീസൽ ഇല്ലാതെ മടങ്ങിപ്പോയി എന്ന് പോകുന്നു പറഞ്ഞില്ലേ? ഇതൊരു അവിടെയാണ് നമ്മുടെ സംവിധാനത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. അങ്ങനെ എത്ര നോട്ടിക്കൽ മൈൽ പോയാലും അത് 24 മണിക്കൂർ കഴിയുമ്പോൾ മരണപ്പെട്ട് മടങ്ങി തീരത്ത് വരേണ്ടതാണോ ഈ ഗവൺമെന്റ് നോക്കേണ്ടത്? അങ്ങനെയാണോ? നമുക്കുള്ള നേവി ഉൾപ്പെടെ സംവിധാനം, കോസ്റ്റ് ഗാർഡ് സംവിധാനമുണ്ട്, നേവിയുടെ സംവിധാനമുണ്ട്, സ്കൂബ ഗവൺമെന്റിന്റെ കൈവശം സ്കൂബ ടീം ഇല്ലെങ്കിലും നാട്ടിൽ സ്കൂബ ടീമുണ്ട്. അത് കടലിന്റെ സ്വഭാവം നോക്കി ഇറക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാ സാധ്യതകളും, അവർ നഷ്ടപ്പെട്ടു പോയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഒന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് അവരുടെ പരാതി. അതാണ് ആ കുടുംബങ്ങൾ അതിശക്തമായി അവർക്കൊരുപക്ഷെ അവരുടെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു. ആ മാനസികാവസ്ഥ നിന്നുകൊണ്ട് അവർ ഇത്രമാത്രം പറയണമെങ്കിൽ എത്ര വേദനയും പ്രയാസവും ആ കുടുംബങ്ങൾ അനുഭവിച്ചിട്ടാണ്. അവിടെയാണ് നമ്മുടെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വം നമ്മൾ കാണേണ്ടത്. ഇവിടെ ഈ കുടുംബങ്ങൾ അവർ പറഞ്ഞില്ലേ, ഫോണിൽ വിളിക്കുക പോലും ചെയ്തില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആ കടപ്പുറത്തേക്കൊന്നും ചെന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്നാണ് ഒരു കുടുംബത്തെ വിളിക്കുന്നത്. ഇന്നാണ് ഈ കുടുംബത്തിലെ ഉറ്റ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ തെരുവിലിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച് ഒരു സമരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ CP ജോൺ ചെന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ജില്ലയിലൊക്കെ മന്ത്രിമാരില്ലേ? അവരൊന്ന് പോയി നിന്നിട്ട് ഇത് അപകടം സംഭവിക്കാം, ഏത് കാലത്തും സംഭവിക്കാം. പക്ഷെ ആ കുടുംബത്തിനൊപ്പം പോയി കടപ്പുറത്ത് പോയി നിന്ന് ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും പോയി നിന്ന് അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. ഞാൻ പ്രതികരിച്ചത് അമ്പലപ്പുഴയിൽ 21 കിലോമീറ്റർ കടപ്പുറം ഉള്ളതാണ്. ഇവിടെയും ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ 3 പേരല്ല കേട്ടോ, അത് ഞാൻ സ്മൃതി ഒരു തിരുത്തുണ്ട് അക്കാര്യത്തില്. 2 ആഴ്ചക്കുള്ളിൽ ആലപ്പുഴ കാട്ടൂരിലെ പുഷ്പാഗതൻ കടലിൽ പോയിട്ട് കിട്ടിയിട്ടില്ല. പുഷ്പാഗതൻ കഴിഞ്ഞ ജൂൺ മാസം
19-ാം തീയതി അമ്പലപ്പുഴയിലെ പുറക്കാട് 16 വയസ്സുള്ള സൂര്യദേവ് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ അംഗമാണ്. കടലിൽ പോയി കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു ഇത്രയും ദിവസങ്ങൾ ഉള്ളെടുത്താൽ ഈ 3, 2, 5 പേരാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 2 മുഖ്യമന്ത്രി തീരദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വർത്തമാനം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ആ തീരദേശ ജനതയ്ക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? കടൽപ്പുറത്തേക്ക് പോയാൽ അറിയാലോ എന്നാണ്. അതാണ് ആ ജിജി ചോദിച്ചത്. പക്ഷെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ശ്രീസലാം രാഷ്ട്രീയമായി പ്രതികരിക്കരുത് എന്ന് പറയുമ്പോഴും അങ്ങ് രാഷ്ട്രീയം പറയുന്നുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണമല്ലോ, അതിൽ തെറ്റുമില്ല. ഞാൻ നേരത്തെ നിങ്ങൾ ഇപ്പോഴാണ് പരാതിപ്പെട്ടത് എന്ന രൂപത്തിൽ ചോദിച്ചല്ല കേട്ടോ. വീട്ടിൽ നിന്നും ഒരാൾ ഉപജീവനത്തിന് കടലിലേക്ക് പോയ ഒരാൾ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം സർക്കാർ സംവിധാനത്തെ അറിയിക്കുന്നു. തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിയിക്കുമ്പോൾ അതിൽ എപ്പോൾ മുതൽ അവർ ഉണർന്ന് പ്രവർത്തിച്ചു എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അതല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, സർക്കാർ സംവിധാനങ്ങൾ പല കാലങ്ങളായി മത്സ്യത്തൊഴിലാളികളെ പ്രതിഷേധങ്ങളോട് വൈകാരിക പ്രതികരണങ്ങളോട് എടുത്ത സമീപനം നമ്മുടെ മുന്നിലുണ്ട് ശ്രീസലാം. അത് ശരിയായ സമീപനങ്ങളല്ല, അത് കാലാകാലങ്ങളായി തുടരുന്നുണ്ട്. ഇന്നത്തെ ഫിഷറീസ് മന്ത്രി അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പോയ ഒരാൾ തിരിച്ചെത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ മകൻ തിരിച്ചെത്തിയില്ല എന്ന കാര്യത്തിൽ അങ്ങ് പറഞ്ഞ അർത്ഥത്തിലേ അല്ല ഞാൻ ചോദിച്ചത്. പോട്ടെ, അത് രേഷ്മിക്കും അങ്ങനെ തോന്നിയിട്ടു. ശരി, അത് വിട്ടേക്കൂ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സർക്കാർ സംവിധാനങ്ങൾ പെട്ടെന്നൊരു നിമിഷത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അങ്ങ് മോശമായി പെരുമാറുന്നതല്ല, അത് കാലാകാലമായി തുടരുന്നുണ്ട് ശ്രീസലാം. അതിനെ തിരുത്തേണ്ടതാണ്, എല്ലാവരും ചേർന്ന് തിരുത്തേണ്ടതാണ്. പ്രതിപക്ഷത്തിനും അതിൽ പ്രധാനപ്പെട്ട കടമയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങ് പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം, പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണം. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവുകൾ കൂടി സമ്മതിച്ചുകൊണ്ടാകണം അത്. സ്മൃതി, ഞാൻ പറഞ്ഞത് പറഞ്ഞോളൂ. ഞാനിത് പറഞ്ഞു സ്മൃതി, ഞാൻ പറയുന്നത് ഇത് LDF UDF അല്ല ഈ പ്രശ്നം. നിങ്ങൾ അങ്ങനെ കാണാതെ, ഞാൻ അതുകൊണ്ട് ആമുഖമായിട്ട് പറഞ്ഞു ഈ ഒരു ചർച്ചയിൽ ഇത്തരം ഇത് കുത്തി കയറ്റേണ്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ വേദനിക്കുന്ന കുടുംബങ്ങളെ വേദനിക്കുന്ന കുടുംബങ്ങളെ കുത്തിനോവിക്കുന്ന വർത്തമാനങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലി പറയുന്നതല്ല. ഞാൻ അങ്ങനെ അവിടേക്ക് പോയോ? ഞാൻ ഈ വിഷയത്തിന്റെ വൈകാരികതയും എല്ലാം അദ്ദേഹം പറഞ്ഞത് ശരി, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹം സംസാരിച്ചത് കടപ്പുറത്തേക്ക് പോയാലുള്ള കാര്യം അറിയാലോ എന്ന് പറഞ്ഞ പാടുണ്ടോ? ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരൻ അദ്ദേഹം പറഞ്ഞതാണ്. സ്മൃതി, എനിക്കിത് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സ്മൃതി ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല 21 കിലോമീറ്റർ കടലുണ്ട് ഞാൻ നേരത്തെ പ്രതികരിച്ച എന്റെ മണ്ഡലത്തില്. കടലിൽ പോയ അച്ഛനെ നോക്കി ആ തീരത്തെ കടപ്പുറത്തേക്ക് നോക്കി ഇങ്ങനെ മണ്ണിൽ രാവും പകലും മഴ നനഞ്ഞിരിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള മനസ്സുള്ളവർ അവരുടെ മുന്നിലേക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല. ശ്രീ K. മുരളീധരൻ ചോദിച്ചെന്താണ്? കടലിൽ പോയ ദിവസങ്ങൾ എടുക്കുമെന്നാണ്. എത്ര നിസ്സാരമായിട്ട് പറയുന്നു. നമ്മെ ഭരിക്കുന്നവർ ഇത് ശരിയാമണ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവാദിത്വം കാണിക്കേണ്ടവരല്ലേ? തീർച്ചയായിട്ടും. ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ത് ഞാൻ പറയും, ഇപ്പൊ ഒരു 3 പേർ നഷ്ടപ്പെട്ട കുടുംബം, ആ കുടുംബത്തിൽ ഒന്ന് പോകണ്ടേ? ഈ പറയപ്പെട്ട 3 കുടുംബത്തിലല്ല 5 കുടുംബത്തിൽ ഒന്ന് ചെല്ലണ്ടേ? അവിടെ ഒന്ന് ചെന്നിട്ട് അവരോടൊന്ന് ആശ്വസിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം ചെയ്യാൻ ഞാനിത് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇത് പോയി കഴിഞ്ഞാൽ ഈ ഒഫീഷ്യലായ ബോട്ട് വരും മുമ്പ് നാട്ടിലെ കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളി വള്ളം ഞങ്ങൾ ഇറക്കും. അവിടെ ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാർ വരും, മത്സ്യബന്ധന ഉദ്യോഗസ്ഥന്മാർ വരും. അവർ മണ്ണെണ്ണ കൊണ്ടുതരും. ആ മണ്ണെണ്ണ അടിച്ചിട്ട് വള്ളം കടപ്പുറത്ത് കടലിലേക്ക് ഇറക്കും. അങ്ങനെ ഔദ്യോഗിക ബോട്ട് കൊച്ചിയിലോ കൊല്ലത്തോ ആണെങ്കിൽ ആ ബോട്ട് ഓടി വരും മുമ്പ് തന്നെ നാട്ടിലെ ബോട്ടുകൾ അവിടെ ഇറക്കി തരയും. ഇവിടെ ഇപ്പൊ പറഞ്ഞ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് ബോട്ട് മടങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ? ഇതൊരു പിടിപ്പുകേടിന്റെയും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ തകരാറായി സംഭവിക്കുന്ന പ്രശ്നമാണിത്. പിടിപ്പുകേടാണോ, ഇങ്ങനെ മതി എന്ന തോന്നലുള്ളവരാണോ ഈ തിരച്ചിലിന് പുറപ്പെട്ടത് എന്ന ചോദ്യം കൂടിയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.